40 വയസ്സിന് മുൻപേ തന്നെ നര വന്നു തുടങ്ങുമ്പോഴാണ് നമുക്ക് പലപ്പോഴും സൗന്ദര്യത്തെ ഇത് ബാധിക്കുന്നുണ്ടല്ലോ എന്ന ചിന്തയൊക്കെ വരുന്നത്. ഈ നര എന്നത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ്. അത് നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയത്തില്ല. തികച്ചും നാച്ചുറൽ ആയിട്ട് തന്നെ നമ്മുടെ മൈലാഞ്ചിയോടൊപ്പം ഒരു 2 ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് മുടിയൻ കറുപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്ത് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ് ഇത്. ഒരുപാട് ആൾക്കാർ ഇപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഹെയർ ഡൈ ആണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെയും ഇത് യൂസ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുതേ. സാധാരണ നമുക്ക് നമ്മുടെ ഹെയർ നരച്ച് തുടങ്ങുന്ന സമയത്ത് പെട്ടെന്ന് പോയി മേടിച്ച് നമ്മൾ അടിക്കുന്നത് കെമിക്കൽ ഡൈ തന്നെയാണ്. പക്ഷേ അതിൽ 100-ൽ 80% ആൾക്കാർക്കും അലർജി പ്രോബ്ലംസ് ഉണ്ടാകാറുണ്ട്. പക്ഷെ അത് അറിയുന്നില്ല. അവർ വിചാരിക്കും അത് വേറെ എന്തിൻ്റെങ്കിലും പരിണിത ഫലമായിട്ട് ഉണ്ടാകുന്നതാണെന്ന് വിചാരിച്ച് അവരത് കണക്കിലെടുക്കാറില്ല. പിന്നെ കുറച്ച് ആൾക്കാർ പെട്ടെന്ന് എന്ത് ചെയ്യും, കുറേ മൈലാഞ്ചി എടുത്ത് അരച്ച് അത് തലയിൽ തേക്കും. പക്ഷെ അത് നമ്മുടെ നരച്ച മുടിയെ കറുപ്പിക്കത്തില്ല. ഒരു ചെമ്പിച്ച കളറിലിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ മൈലാഞ്ചി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹെന്ന പൗഡർ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താലും നരച്ച മുടി കറക്കത്തില്ല. അതും ഒരു ചെമ്പിച്ച കളറിലായിരിക്കും ഇരിക്കുന്നത്. ഇനി ഈ ചെമ്പിച്ച കളർ മാറ്റാൻ വേണ്ടിയിട്ട്, അതായത് കറുത്ത കളർ ആവാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ മൈലാഞ്ചിയുടെ കൂടെ ഒരു 3-4 ഐറ്റം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി കറക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ മൈലാഞ്ചിയാണ്. മൈലാഞ്ചിയിൽ നല്ലവണ്ണം കഴുകി എടുക്കണം. ഒരു 2 പിടി എടുക്കാവുന്നതാണേ. ഉണങ്ങിയതോ അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ളതോ ഏതായാലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഏത് രീതിയിലാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അതുപോലെ എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ കൈതോന്നിയുടെ ഇലയാണ്. അതും ഒരു 2 പിടി വേണം. അതിൻ്റെ ഇലയും തണ്ടും പൂവും എല്ലാം നമുക്ക് എടുക്കാവുന്നതാണ്. അതും കഴുകിയതിന് ശേഷം മൈലാഞ്ചിയുടെ ഒപ്പം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മുടെ കൈയോന്നിയുടെ ഇല സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അതായത് നമ്മുടെ ഭൃംഗരാജ അത് സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ഇനി 2 ഇലയും കൂടെ വേണം, കറിവേപ്പില അതുപോലെ തന്നെ പനിക്കൂർക്കയുടെ ഇലയും. കറിവേപ്പില ഒരു പിടി നമുക്ക് എടുക്കാവുന്നതാണ്. ഞവരയില ഒരു 2-3 നമ്മുടെ ഇല മതിയാവും. കാരണം തലനീര് ഇറക്കമൊക്കെ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡൈ ആണ് ഇത്. ഇനി നമ്മൾ അരയ്ക്കാൻ വേണ്ടി എടുക്കുന്നത്, നമ്മൾ നേരത്തെ 2 പിടി മൈലാഞ്ചി എടുക്കണമെന്ന് പറഞ്ഞു. അതിൽ 1 പിടി മൈലാഞ്ചി നമ്മൾ ഒരു 8 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിരാൻ വേണ്ടിയിട്ട് വച്ചിക്കണം. ആ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ മിക്സ് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് അരച്ചതിന് ശേഷം അരിച്ചിട്ട് ഒരു ഇരുമ്പ് ചീനിച്ചട്ടിയിലേക്ക് മാറ്റുക. തുരുമ്പിച്ചതാണെങ്കിൽ അതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള ഓരോ ഇൻഗ്രീഡിയൻറ്റിൻ്റെ കറകൾ കൊണ്ടാണ് നമ്മുടെ മുടി കറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ സെയിം ഇൻഗ്രീഡിയൻറ്റ് വെച്ച് തന്നെ നമുക്ക് എണ്ണ കാച്ചി തലയിൽ തേച്ചാലും മുടി നരയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അത് നമ്മൾ ചെയ്യണമെങ്കിൽ കുഞ്ഞു നാൾ മുതലേ ഈ ഒരു രീതിയിൽ നമ്മൾ ഹെയർ ഓയിൽ ഉണ്ടാക്കി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മുടി നരയ്ക്കുന്ന ടൈമിൻ്റെ പീരീഡ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമ്മൾ ഈ അരിച്ചു മാറ്റിയ ജ്യൂസിലേക്ക് 1 സ്പൂണ് കോഫി പൗഡർ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് കട്ടയൊന്നും ആകാതെ നല്ലവണ്ണം കുറുക്കിയെടുക്കണം. മുടി കറക്കുന്നതിനോടൊപ്പം തന്നെ മുടി വളരാനും അതുപോലെ തന്നെ സ്പ്ലിറ്റ് എൻഡ്സ് കുറയ്ക്കാനും മുടി പൊഴിയുന്ന അവസ്ഥ മാറ്റാനെല്ലാം വേണ്ടിയിട്ട് ഈ ഒരു സാധനം സഹായിക്കും കേട്ടോ. നര തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ ഇൻഗ്രീഡിയൻറ്റ് ഉപയോഗിച്ച് തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഡൈ ആയിട്ടോ അല്ലെങ്കിൽ ഹെയർ ഓയിലോ ആയിട്ടോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നര നമുക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. നമ്മൾ ഈ ജ്യൂസിലേക്ക് നമ്മൾ കോഫി പൗഡർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചെറുതായിട്ട് വറ്റി വരുന്ന സമയത്ത് അതിലേക്ക് 2 സ്പൂണ് നെല്ലിക്കയുടെ പൊടി ചേർത്ത് ഇളക്കി കൊടുക്കണം. അതും കട്ടയൊന്നുമില്ലാതെ തന്നെ സാവധാനം ഇളക്കി കൊടുക്കുക. ഇനി നല്ലവണ്ണം കുറുകിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഓവർനൈറ്റ് നമ്മൾ അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. നിങ്ങൾക്ക് പിറ്റേ ദിവസം രാവിലെ എടുത്ത് നോക്കുമ്പോൾ നല്ല തിക്കായിട്ട് ഇരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ, അതായത് നമ്മൾ കയ്യിലെടുത്ത് തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വരികയാണെങ്കിൽ അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ, അതായത് മൈലാഞ്ചിയുടെ ഇല 8 മണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ടിരുന്നില്ലേ, ആ വെള്ളം ബാക്കി ഉണ്ടെങ്കിൽ ആ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ നെല്ലിക്കയുടെ ജ്യൂസ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ കൈതോന്നിയുടെ ഇല അരച്ചിട്ട് അതിൻ്റെ ജ്യൂസ് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു കട്ട പിടിച്ചിരിക്കുന്ന ഡൈയെ നമുക്ക് ഡൈല്യൂട്ട് ആക്കിയതിന് ശേഷം തലയിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതൊരു 2 മണിക്കൂർ തലയിൽ വെച്ചതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഷാമ്പൂസ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. പിന്നെ ശ്രദ്ധിക്കുക, ഇത് നാച്ചുറൽ ഡൈ ആയതുകൊണ്ട് അധികം ഈടൊന്നും നിൽക്കത്തില്ല. ആ ഒരു കാര്യം ഓർത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് അലർജി ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു ഡൈ, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.